എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു 40-42 സൈസ് ഷർട്ടിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ഇനി ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇതിൽ തുണിയുള്ളത് 2 മീറ്ററാണ്. വീതി ഏകദേശം 60 ഇഞ്ച് ഉണ്ട്. ഇതിങ്ങനെ നിവർത്തിയിടുക. ഇവിടെ 2 ആയിട്ട് മടക്കിയിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്കൊരു 2 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് വേണ്ടി മാർക്ക് ചെയ്യാം. ഈ കര കഴിഞ്ഞിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് വരച്ചെടുക്കാം. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ വിട്ടിട്ട് അളക്കാം. ബോട്ടം മടക്കിയടിക്കുക, ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ആം ഹോൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആം ഹോളിൽ നമ്മൾ കൈ ലൂസാണ് എടുത്തിരിക്കുന്നത്. അതെങ്ങനെയെന്ന് എടുത്തെന്ന് കാണിക്കാം. ഇവിടുന്ന് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ആം ഹോളിൻ്റെ ഈ ജോയിൻറ്റിൻ്റെ അവിടേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ 9 വരുന്നുണ്ട്. 9 18 ഇഞ്ചാണ് ഇതിൻ്റെ കൈ ലൂസ് വരുന്നത്. ആം ഹോൾ ആകുമ്പോൾ 20 ഇഞ്ച് വരും. അപ്പോൾ നമുക്ക് കൈ ലൂസ് 18 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ ഷോൾഡർ ഡൗൺ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ചെസ്റ്റ് വന്നിട്ട് ഇത് 42 സൈസാണ്. അപ്പോൾ നിങ്ങൾ 40 ഇഞ്ച് ഷർട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന അളവിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ലൂസ്, അതുപോലെ ഇറക്കം. ഷോൾഡർ ഇതിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കണം. കാരണം ഇതിൽ ഷോൾഡർ കുറച്ച് കൂടുതലാണ്. ഇത് 20 ഇഞ്ച് ഷോൾഡർ വരുന്നുണ്ട്. 40 സൈസാണെങ്കിൽ ഒരു 19 ഇഞ്ച് ഷോൾഡർ വെച്ചാൽ മതി. വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് 42 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 10.5 ഇഞ്ച്, 2 ഇഞ്ച് ലൂസിന് കൊടുക്കാം. അപ്പോൾ 12 ഇഞ്ച്, ഒരു 3/4 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ കൊടുക്കാം. 13.25 ഇഞ്ച്. ഇത് സൈഡ് മടക്കി അടിക്കുന്നതുകൊണ്ടാണ് 3/4 ഇഞ്ച് കൊടുക്കുന്നത്. ഓവർലോക്ക് ആണെങ്കിൽ 1/2 ഇഞ്ച് കൊടുത്താൽ മതി. ഇനി ഇതേ 13.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ബോഡിയിൽ ഷേപ്പ് കൊടുക്കുന്നില്ല. ഷേപ്പ് കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരേക്ക് അളക്കുക. ഇപ്പോൾ 21 വരുന്നുണ്ട്. 10.5, ഒരു 2 ഇഞ്ച് കൂടുതൽ. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് ഷേപ്പ് കൊടുത്താൽ മതി. ഇനി ഇവിടെ ബോട്ടം, ഇവിടെ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഷേപ്പ് കൊടുക്കാം. ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കോളർ 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 5-1 3 ഇഞ്ച് ഒരു പോയിന്റും വരും. താഴോട്ട് അതിനൊരു 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യാം. 2.25 ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം കഴുത്ത് വരയ്ക്കുക. ഇതിൽ ഷോൾഡർ 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 10 ഇഞ്ച് 1/2 ഇഞ്ച് തയ്യത്തുമ്പ് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ താഴേക്ക് വരയ്ക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ആം ഹോൾ വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ പീസ് ഇതിങ്ങനെ തിരിച്ചിടുക. അതിനുശേഷം നമുക്കിവിടെ നമ്മൾ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 13.25 ഇഞ്ചാണ് ഇട്ടത്. ഇതിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. 12.25 ഇഞ്ച് ഇട്ടിട്ട് മടക്കിയെടുക്കുക.
ഇവിടെ നമ്മൾ 1 ഇഞ്ച് ബാക്ക് കുറച്ചാണ് ഇട്ടത്. ഈ 1 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 1 ഇഞ്ചിനൊപ്പം ഈ ബാക്കിൻ്റെ സൈഡ് വയ്ക്കുക. അതായത് 1 ഇഞ്ച് ഇവിടെ വ്യത്യാസം വേണം. ഇനി വന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ലൈന് അടിയിലേക്കും ചേർത്ത് വരയ്ക്കാം. അപ്പം നമുക്ക് ഇവിടെ സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഇനി ഇവിടെ നമ്മൾ ഷോൾഡർ 20 ഇഞ്ചിന് 10 ഇഞ്ച് അരഞ്ച് തയ്യത്തുമ്പാണ് വെച്ചത്. ഇവിടെ 10 ഇഞ്ച് വയ്ക്കാം. അരഞ്ച് കുറച്ച് വെച്ചാൽ മതി. അതിനുശേഷം ഇവിടെ നിന്ന് ഈ ലൈനിനൊപ്പം വരയ്ക്കാം. എന്നിട്ട് ഇവിടെ ആം ഹോൾ വരയ്ക്കാം. അതിനുശേഷം ഇവിടെ ഇതിനൊപ്പം കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതേപോലെ ഈ 2 പീസും കൂടെ തന്നെ ചേർത്ത് ഇതേപോലെ മടക്കിയെടുക്കുക. ഇവിടെ നമുക്ക് കൈ ലൂസ് 18 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 9 ഇഞ്ച്. ഇവിടെ കര ഒഴിവാക്കാം. 9ഉം അരഞ്ചും തയ്യത്തുമ്പും കൂടി ചേർത്തിട്ട് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ 9.5 ഇഞ്ചിൽ മടക്കിയെടുക്കുക. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കാം. ഇങ്ങോട്ട് കുഴിച്ച് മാർക്ക് ചെയ്യുന്നത് 4.5 ഇഞ്ച്. പിന്നെ ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇറക്കം 25 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ കഫ് വീതി എത്ര വയ്ക്കുന്നതെന്ന് ആദ്യം കണക്കാക്കണം. അപ്പോൾ ഇതിൽ 2.5 ഇഞ്ച് വീതിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തയ്യത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഈ 2.5 ഇഞ്ച് ഇവിടെ വയ്ക്കുക. എന്നിട്ട് 25 ഇഞ്ച് മാർക്ക് ചെയ്യുക. മടക്കി അടിക്കാൻ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ബോട്ടം വന്നിട്ട് കഫിൻ്റെ നീളത്തിനനുസരിച്ച് മാർക്ക് ചെയ്യുക. കഫിൻ്റെ നീളം വന്നിട്ട് ഇതിൽ 10 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച്, ഒരു 1.25 ഇഞ്ച് അധികം ഇടാം. അത് വന്നിട്ട് നമുക്കിവിടെ ഒരു പ്ലീറ്റ് കൊടുക്കണം. പിന്നെ 2 സൈഡിലേക്കുള്ള തയ്യത്തുമ്പും വേണം. അതുപോലെ മുകളിലേക്ക് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെരിച്ച് വരയ്ക്കുക. ഇവിടെ നിന്ന് ഇതിലേക്ക് നേരെ വരയ്ക്കുക. ഇതിന് കൈ ലൂസ് ആദ്യം വേണ്ടെങ്കിൽ ബാൻഡ് സ്കെയിൽ വെച്ചിട്ട് ഷേപ്പാക്കി വരയ്ക്കാം. ഇനി ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് വരയ്ക്കാം. ഇതുപോലെ വരച്ചെടുക്കുക. ഒരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് 2 പീസ് എടുത്തിട്ട് ഈ കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം. ഇനി ഇത് നേരെ ഇങ്ങനെ തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. ഇവിടെ നമ്മൾക്ക് 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വേണം. ഇതേപോലെ നഖം കൊണ്ട് വരയ്ക്കുക. എന്നിട്ട് ഈ മടക്കിൽ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇതുവരയ്ക്കും കട്ട് ചെയ്യാം. ഒരല്പം ചെരിച്ച് കട്ട് ചെയ്യാം. ഇതേപോലെ അല്പം ചെരിച്ച് കട്ട് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള സ്ലീവ് പട്ടി ഇതേപോലെ കട്ട് ചെയ്യുക. ഒരു 2.25-3 ഇഞ്ച് വരെയൊക്കെ എടുക്കാം വീതി. നീളം 7 ഇഞ്ച് എടുത്താൽ മതി. അഞ്ച് ഇഞ്ച് വയ്ക്കുമ്പോൾ 2 ഇഞ്ച് കൂടുതൽ എടുക്കുക. ഇനി ഇതിലേക്കുള്ള ഷോൾഡർ കട്ട് ചെയ്യാം. ഈ തുണിയുടെ മടക്ക് കൂടെ തന്നെ മടക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ക്രോസ് വരില്ല. ഷോൾഡർ 20 ആണ്. അപ്പോൾ ഒരു 10.5 ഇഞ്ചിൽ മടക്കുക.
ഇവിടെ മുകൾ വശം ഒന്ന് സ്ട്രൈറ്റ് ആക്കുക. ഷോൾഡറിൻ്റെ ഹൈറ്റ് ഒരു 6 ഇഞ്ച് വയ്ക്കാം. വലിയ ഷർട്ടിന് ഒരു 5.5 ഇഞ്ച് മുതൽ 7 ഇഞ്ച് വരെയൊക്കെ ഷോൾഡർ വയ്ക്കാം. ഇതിപ്പോൾ 40 സൈസ് ആണെങ്കിൽ ഒരു 6 ഇഞ്ച് വെച്ചാൽ മതി. 16 ഇഞ്ചിൻ്റെ 1/5 ഭാഗം 3 ഇഞ്ചും ഒരു 1.5 പോയിൻറ്റും വരും. അത് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കഴുത്ത് വരയ്ക്കാം. ഇതേപോലെ വരച്ചാൽ മതി. കൂടുതൽ കുഴിച്ചെടുക്കണ്ട. ഇവിടെ 10.5 ഇഞ്ച് വയ്ക്കുക. ഇവിടെ 10 ഇഞ്ച് വയ്ക്കുക. അതിനുശേഷം ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്യാം. നമുക്ക് ഷോൾഡർ 2 എണ്ണം വേണം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യാം. ഇതേപോലെ കുറച്ച് കൂടുതൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാൻ നല്ലത്. ഇനി ഈ ഭാഗം നമുക്ക് കോളറിന് എടുക്കാം. കോളറിന് ഇതേപോലെ ഒരു പീസും കൂടെ വേണം. കഫിൻ്റെ നീളം വന്നിട്ട് 10 ഇഞ്ചാണ്. അപ്പോൾ ഒരു 11 ഇഞ്ച് നീളത്തിൽ നമുക്കൊരു 2 പീസ് കട്ട് ചെയ്തെടുക്കാം. വീതി വന്നിട്ട് 2.5 ഇഞ്ച് ആണ്. അപ്പോൾ ഒരു 7 ഇഞ്ച് എടുക്കാം. ഇത് നമുക്ക് 2 കഫിനുള്ള തുണിയായി. കോളറിന് അടിത്തട്ടിക്ക് ഒരു പീസ് കൂടെ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു പോക്കറ്റിനൊരു പീസ് കട്ട് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള കോളറും കഫും കൂടെ കട്ട് ചെയ്യാം. ഇത് ഇതിൻ്റെ കോളർ ക്യാൻവാസ് ആണ്. ഇത് കഫ് ക്യാൻവാസ് ആണ്. ഇതിൽ വന്നിട്ട് ഒരല്പം കനം കുറയും. നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ കഫിനും വയ്ക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് 2.5 ഇഞ്ച് വീതി എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ കീറിയെടുത്താൽ അപ്പോൾ നമുക്ക് ഒരേ വീതി തന്നെ കിട്ടും. എന്നിട്ട് ഇത് മടക്കുക. ഇതിൽ 20 ഇഞ്ചാണ് വേണ്ടത്. ഇത് 20 ഇഞ്ച് കറക്റ്റാണ്. സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് ഈ കോർണർ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ കോളർ കട്ട് ചെയ്യാം. കോളർ ഇതേപോലെ 2ആയിട്ട് മടക്കി വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ പാറ്റേൺ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. പാറ്റേൺ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് 16 ഇഞ്ച് കോളറാണ്. അപ്പോൾ ഇതിൽ 2ാമത്തെ ലൈൻ വരും. കോളർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴുത്ത് വണ്ണം എടുത്ത് 1 ഇഞ്ച് കൂടുതൽ. കഴുത്ത് വണ്ണം 15 ആണെങ്കിൽ 16 എടുക്കുക. ആ 16 ഇഞ്ച് നമുക്ക് കോളറിൻ്റെ അടിവശത്താണ് വേണ്ടത്. ബൈൻഡ് കുറച്ച് 3/4 ഇഞ്ച് കൂടുതൽ വരും. അപ്പോൾ ഈ 16 ഇഞ്ച് പറയുമ്പോൾ ഈ 2ാമത്തെ ലൈന് വരും. ഇതിലും ഈ 2ാമത്തെ ലൈന് ഇത് വെച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ കോളറിൻ്റെ പാറ്റേണോ ഇതേപോലെ തന്നെ അതിനൊപ്പം വയ്ക്കുക. ഇനി ഈ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ പാറ്റേൺ ഇല്ലാണ്ട് നമ്മൾ റഫായിട്ട് വരയ്ക്കുമ്പോൾ ക്യാൻവാസ് ഒരുപാട് വേസ്റ്റായി പോകും. ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി ഈ ക്യാൻവാസിൻ്റെ ഇവിടെ ഈ കോളർ പോയിൻറ്റിൻ്റെ ഇവിടെ ഒരല്പം കട്ടിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ 2 പീസ് എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.